നമ്പൂരി എന്തു പറ്റി? ഒരു വല്ലായിക. താനെന്തീ കാണിക്കണേ? കണ്ണി കണ്ട മൃഗങ്ങളെ തല്ലി കൊന്നിരുന്ന താനോ നമ്പൂതിരിയോടന്ന്? അങ്ങോട്ട് മാരക്കാണ്. നമ്പൂരി വീണപ്പോ വീഴും, ചിലപ്പോ ചാവും. താനൊന്നും നോക്കണ്ട. ഷൈജോ, വീഴാൻ പോണ ഒരാളെ എഴുന്നേൽപ്പിക്കണ കൂടുതൽ ചിലക്കണ്ട. തന്റെ ഒക്കെ കളി എങ്ങോട്ടാന്ന് നമുക്കറിയാം. വക്കീൽ ഇവിടെ ഉണ്ടാകുമെന്ന് നമുക്ക് അറിയില്ല കേട്ടോ. എന്തൊക്കെയാ അബ്ദുക്ക, കൊറേ കാലായല്ലോ കണ്ടിട്ട്. സുഖല്ലേ? അത് വക്കീൽ സാറേ, നാളെ ഞമ്മളെ പള്ളീന്റെ തറക്കല്ലിടലാണ്. അപ്പൊ വക്കീൽ സാർ എന്ന് അറിഞ്ഞുകൊണ്ട് ഞമ്മക്ക് എന്തെങ്കിലും ഒന്ന് സഹായിച്ചണം. ഏത്? അബ്ദുക്കാന്റെ വീടിന്റെ സൈഡില് പുതിയതായി വരണ പള്ളിയോ? അബ്ദുക്കാന്റെ വീടിന്റെ പരിസരത്ത് ഇപ്പോ എത്ര പള്ളിയുണ്ട്? നമ്മുടെ സൈദാലിക്കാന്റെ മോൻ മരിച്ചതിന്റെ കാരണം എന്താ? ചികിത്സ കിട്ടാൻ വൈകിയെന്ന ഡോക്ടർ പറഞ്ഞത്. ചികിത്സ കിട്ടാൻ വൈകിയതേ ആ പാവങ്ങളെ കയ്യില് പൈസ ഇല്ലാത്തോണ്ടാ. പള്ളി അമ്പലങ്ങളൊക്കെ നല്ല തന്നെ, അത് ആവശ്യത്തിൽ കൂടുതൽ പണിഞ്ഞോണ്ടിരിക്കുക. എന്തിനാ? അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയറു നിറച്ചുണ്ടെന്നവൻ എന്റെ സമുദായത്തിൽപ്പെട്ടവനല്ല എന്നല്ലേ നബിവചനം? പട്ടിണിയും ദാരിദ്ര്യവും കെട്ടുപ്രായം കഴിഞ്ഞു നിൽക്കുന്ന പെൺകുട്ടികളും അത് കാണാതെ ഏത് പള്ളി പൊക്കിയിട്ടും ഒരു കാര്യമില്ല അബ്ദുക്ക. ഏതായാലും എന്റെ വക ഞാൻ അങ്ങോട്ട് എത്തിക്കാം. ശരി, നമ്മളോട്ട് ഇറങ്ങുകയാണ്. എടാ സമീറേ, നീ ഒരു കമ്മ്യൂണിസ്റ്റുകാരനല്ലേ? നിനക്ക് ഈ പള്ളിപ്പിരിവൊക്കെ പറ്റുമോ? വിശ്വാസമുള്ള കമ്മ്യൂണിസ്റ്റുകാരുണ്ട് വക്കീലേ. നിന്റെ സഖാവ് അച്യുതൻ അറിയണ്ട. എന്റെ പൊന്നു വക്കീൽ സാറേ, അച്ചുവേട്ടനെ അറിയിക്കല്ലേ. അച്ചുവേട്ടനെ അറിഞ്ഞാ തീർന്ന്. ഇപ്പൊ എവിടെയുണ്ട് നിന്റെ സഖാവ്? അച്ചോട്ടാ, അമ്മേന്റെ ഓപ്പറേഷൻ അടുത്ത ആഴ്ചയാണ്. അറിയാടാ, പണ്ടൊക്കെ ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട്. നീ ഒന്നും അറിയണ്ട. വൈകിട്ട് വീട്ടിലോട്ടോ. ഓക്കെ, ശരി അച്ചോട്ടാ. ലാൽ സലാം സഖാവേ. ലാൽ സലാം. അച്ചുമാമ, എല്ലാം ശരിയാക്കിയോ? എവിടെ ശരിയാന്, കട്ടുമുടിക്കല്ലേ. വാലന്റൈൻസ് ഡേ ഒക്കെ അല്ലേ വരണം. നീയൊക്കെ പോയി പശുവിന് ഉമ്മ കൊടുക്കും. ഇവളറിയോ സുഹറ? കഴിഞ്ഞ ആഴ്ച വരെ അമ്പലമണികൾ മുടങ്ങുമ്പോൾ നെല്ലിക്കോട് മഹാവിഷ്ണു ക്ഷേത്രത്തിന് മുന്നിൽ കൂപ്പുകൈകളുമായി നിന്നിരുന്ന വിശാലിന്റെ ഹൃദയം ഇനി പരപ്പനങ്ങാടി പള്ളിയിൽ ബാങ്കുലികൾ ഉയരുമ്പോൾ ചാലിക്കൽ വീട്ടിൽ നിസ്കാരപ്പായിൽ സുജൂദ് ചെയ്യും. ബൈക്കപടത്തിൽ മരണപ്പെട്ടുപോയ വിശാലിന്റെ ഹൃദയം ചാലിക്കൽ വീട്ടിൽ ബഷീർ ആയിഷ ദമ്പതിമാരുടെ മകൾ സുഹറക്ക് കൈമാറുമ്പോൾ ഹിന്ദുവായ എൻ്റെ മകന്റെ ഹൃദയം ഒരു മുസ്ലിം പെൺകുട്ടിക്ക് നൽകില്ലെന്ന് വിശാലിന്റെ മാതാപിതാക്കൾ പറഞ്ഞില്ല. ഇസ്ലാമായി ജീവിക്കുന്ന തന്റെ മകൾക്ക് ഒരു ഹിന്ദുവിന്റെ ഹൃദയം വേണ്ടാന്ന് സുഹറയുടെ മാതാപിതാക്കളും പറഞ്ഞില്ല. മനുഷ്യത്വത്തിനും മനുഷ്യ മനസ്സുകൾക്കും അപ്പുറത്താണത്. ഞാൻ നീ അടങ്ങുന്ന കൊച്ചു കേരളം, അതിനെ പിളർക്കാൻ നോക്കുന്ന നിങ്ങളെ ഇവിടുത്തെ ജനങ്ങൾക്ക് നന്നായി അറിയാം. മാമ കുളത്തിലൊരു കുട്ടി വീണേ.
മാഷേ കോള അശുദ്ധിയായില്ലേ? ശുദ്ധീകരിച്ചേ പറ്റൂ. ശുദ്ധീകരിക്കണം. ആ കുട്ടി ആരതാ? കുട്ടി നമ്മുടെ ഷൈജുന്റെ എന്നാ പറഞ്ഞത്. എന്നിട്ടോ അവനെവിടെ? ആ അവൻ വരുന്നുണ്ടെന്നാ കേട്ടത്. ആള് വരായിരിക്കും. ആ ഷൈജു അല്ലേ വരണേ? മോൻ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമില്ല. എന്റെ മോനെ രക്ഷിച്ച്. ഇതാ ഇയാള് കോളം മൊത്തത്തിൽ അശുദ്ധാക്കി. വിടു ഷൈജു, വിട. അയാളൊരു സഹായല്ലേ ചെയ്തേ. മോനെ, ഇരുട്ടിന് ഇരുട്ടുകൊണ്ട് അകറ്റാൻ പറ്റില്ല. അതിന് വെളിച്ചം തന്നെ വേണം. ആർക്കെപ്പോഴാ ആരെക്കൊണ്ടോ ഒരു സഹായം കിട്ടുകയെന്ന് പറയാൻ പറ്റുമോ? ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ശുദ്ധീകരിക്കുമ്പോഴേ നിങ്ങളും കൂടെ നന്നായി ഒന്ന് ശുദ്ധീകരിച്ചോ. കുറച്ച് പ്രമാണികൾ കുളത്തിൽ വീണ് ജീവന് വേണ്ടി കരഞ്ഞ ഒരു കുഞ്ഞിനെ രക്ഷിച്ചാണ് ഇവൻ ചെയ്ത തെറ്റ്. കഷ്ടം. നിങ്ങളൊക്കെ ഏത് കാലത്താണ് ജീവിക്കുന്നത്? ഷൈജു, നീയും ഞാനും ജനിച്ചു വീണത് ഈ മണ്ണിൽ, അവസാനം അലിഞ്ഞു തീരുന്നത് ഒരേ മണ്ണിൽ. നായരോ നമ്പൂതിരിയോ ക്രിസ്ത്യനോ മുസ്ലിമോ ഹിന്ദുവോ കാട്ടുവാസിയോ നാട്ടുവാസിയോ ആരും ആയിക്കോട്ടെ, നിന്റെ അവൻ്റെയും ജീവനും പ്രാണവായും ഒന്നാണ്, മറക്കരുത്. ചിന്തിക്കാനും പ്രവർത്തിക്കാനും മൃഗത്തിനേക്കാൾ കഴിവുള്ള മനുഷ്യൻ. പ്രളയത്തിന്റെ സമയത്ത് വെള്ളം ആർത്തിരമ്പി വന്നപ്പോ, കുന്നിടിഞ്ഞ് വീടിന് മുകളിലേക്ക് വന്നപ്പോ ഒരു ജാതിയില്ല, ഒരു മതവുമില്ല. രക്ഷിക്കാൻ അറിയാത്തവന് ശിക്ഷിക്കാനും അധികാരമില്ല. രക്ഷിക്കാൻ എന്നെ ഇവനെ പോലത്തെ ആയിരക്കണക്കിന് കമ്മ്യൂണിസ്റ്റുകാരുള്ള നാടായത്. ഇവന്റെ കുഞ്ഞിനെ രക്ഷിച്ച ഇവൻ നിങ്ങൾക്കിപ്പോൾ അശുദ്ധി അല്ലേ? കൊള്ളാം. ആരുടെയൊക്കെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഞാൻ എന്നോട് പോർക്കടാ. നിന്റെ മോൻ എൻ്റെ കൂടെ മോനല്ലടാ. ദൈവത്തിന് അങ്ങനെ തരംതിരിവില്ലല്ലോ. ലാൽസലാം സഖാവേ. സലാം സഖാവേ. പോയി മനുഷ്യനെ ജീവിക്ക്. ലാൽസലാം. ഒരിറ്റുവറ്റനിക്കു തന്നു പട്ടിണി കിടന്നൊരമ്മ ഇൻകുലാബ് പാടി കണ്ണുനീരു ചേർത്തുറക്കിയന്നു പെറ്റ വയറു നൊന്ത കണ്ടു വിപ്ലവം ജനിച്ചതും ഒരു നാളിൽ.